എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ വലതുകൈയിലിരിക്കുന്ന ചുരുൾ 7 മുദ്രകൾ പൊട്ടിച്ച് ഉള്ളടക്കം വായിക്കാൻ യോഗ്യൻ ആരെന്ന് ശ്രവിക്കാം. വെളിപ്പാട് 5:9. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ട നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അപ്പോസ്തലനായ യോഹന്നാൻ അനുഭവിച്ച ദർശനത്തിലാണ് ഈ അധ്യായം. ദൈവത്തിൻ്റെ സിംഹാസനത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ രംഗം സജ്ജീകരിച്ചിരിക്കുന്നത്. അവിടെ ദൈവത്തിൻ്റെ വലതു കൈ കൊണ്ട് ഒരു ചുരുൾ പിടിച്ചിരിക്കുന്നു. 7 മുദ്രകൾ. മുദ്രകൾ പൊട്ടിച്ച് ചുരുളിലെ ഉള്ളടക്കം വെളിപ്പെടുത്താൻ യോഗ്യൻ ആരാണെന്ന് ശക്തനായ ഒരു ദൂതൻ ചോദിക്കുന്നു. സ്വർഗത്തിലോ ഭൂമിയിലോ യോഗ്യനായി ആരും കാണുന്നില്ല. അത് യോഹന്നാനെ കരയിപ്പിക്കുന്നു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുവൻ യോഹന്നാനോട് കരയരുതെന്ന് പറഞ്ഞു. കാരണം യഹൂദാ ഗോത്രത്തിലെ സിംഹം ജയിച്ചു. ചുരുളും അതിൻ്റെ മുദ്രകളും തുറക്കാൻ യോഗ്യനാണ്. ദൈവത്തിൻ്റെ വലതുകൈയിൽ നിന്ന് ചുരുൾ എടുത്ത് തുറക്കുന്ന പ്രക്രിയ ആരംഭിക്കുന്ന യേശുവിനെ അറുത്തതുപോലെ നോക്കുന്ന കുഞ്ഞാടായി യോഹന്നാൻ കാണുന്നു. ഈ വാക്യം സിംഹാസനത്തെ ചുറ്റുന്ന 4 ജീവജാലങ്ങളും 24 മൂപ്പന്മാരും ചേർന്ന് പാടുന്ന സംഗീതത്തിൻ്റെ ഭാഗമാണ്. അവർ പാടുന്ന പാട്ടിൽ കർത്താവ് കാൽവറിയിൽ സഹിച്ച വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തി നിമിത്തം ന്യായവിധി നടത്തുവാൻ യോഗ്യനായി തീർന്നിരിക്കുന്നു എന്ന ധ്വനിയുണ്ട്. ഇവിടെയുള്ള ചുരുൾ ലോകത്തിനായുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെ പ്രതിനിധീകരിക്കുന്നു. വിധിയും തിന്മയ്ക്കെതിരായ അന്തിമ വിജയവും ഉൾപ്പെടുന്നു. യേശു തൻ്റെ ബലിമരണത്തിലൂടെ മോചനം നേടിയതിനാൽ ചുരുൾ തുറക്കാൻ യോഗ്യനായി പ്രഖ്യാപിക്കപ്പെടുന്നു. മരണത്തെയും പാപത്തെയും ജയിച്ച രക്ഷകൻ എന്ന നിലയിൽ യേശുവിൻ്റെ അതുല്യമായ യോഗ്യതയെ ഇവിടെ പ്രകടിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ത്യാഗത്തിൻ്റെ സാർവത്രിക വ്യാപ്തിയെ സൂചിപ്പിക്കുന്നു. എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ആളുകൾ, ഭാഷകളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും യേശുവിൻ രക്തം ആളുകളെ വാങ്ങുകയോ വീണ്ടെടുക്കുകയോ ചെയ്തു. അദ്ദേഹത്തിൻ്റെ മരണം ഒരു വിഭാഗത്തിനു മാത്രമുള്ളതല്ല. വംശീയതയോ ഭാഷയോ പശ്ചാത്തലമോ നോക്കാതെ എല്ലാ ആളുകൾക്കും വേണ്ടിയുള്ളതാണ്. സ്നേഹപിതാവേ, നമുക്ക് ചുറ്റുമുള്ള ലോകത്തോട് ക്രിസ്തുവിൻ്റെ സ്നേഹവും ത്യാഗവും പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.